ഇന്ന് 2 പച്ചക്കായ തോരൻ വെക്കുന്നത് കേട്ടോ. ഇത് നന്നാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. കയ്യിൽ ആദ്യം വെളിച്ചെണ്ണ നല്ലതുപോലെ പുരട്ടിയിട്ട് വേണം പീൽ ചെയ്ത് കളയാൻ. കടയിൽ നിന്നും വാങ്ങുന്ന പച്ചക്ക ആയതുകൊണ്ടാണ് കൂടുതൽ പീൽ ചെയ്ത് കളയേണ്ടി വരുന്നത്. വീട്ടിലുണ്ടാകുന്ന കായാണെങ്കിൽ എഡ്ജസിൽ നിന്നും കുറച്ച് കളഞ്ഞാൽ മതിയാകും. കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് തന്നെ ഇട്ടില്ലെങ്കിൽ കറ കാരണം ഇത് കറുത്തു പോകും. മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നുകൂടി കഴുകിയെടുക്കണം. ഈ പച്ചക്ക ഇനി കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അതിനുശേഷം ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം. ഇനി വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കായയുടെ തൊട്ട് മുകളിൽ നിൽക്കാനേ പാടുള്ളൂ. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. തിളച്ചു തുടങ്ങുമ്പോൾ അതൊന്ന് അടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ സാവകാശം വേവിച്ചെടുക്കണം. ഇത് വേകുന്നതിനിടയിൽ തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, നല്ല ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ഒന്ന് ഒതുക്കിയെടുക്കണം. ഇതേമാതിരി ഒരു 6-7 മിനിറ്റ് കൊണ്ട് പച്ചക്ക നല്ലതുപോലെ വേകും. അത് ഓപ്പൺ ചെയ്യുകയാണ്. നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാക്കിയെടുക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കടുകിട്ട് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടിക്കഴിയുമ്പോൾ ഫ്ലെയിം സിമ്മർ ചെയ്ത് വെക്കണം. അതിനുശേഷം ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് അരപ്പിട്ട് കൊടുക്കുക. അരപ്പിൻ്റെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് വഴറ്റണം. അരപ്പ് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുകയും വേണം. അതുവരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൽ നിന്നും കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. കായുടെ പീസസ് ഉടഞ്ഞു പോകാതെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കണം. ഒരു 5 മിനിറ്റ് ഇതേമാതിരി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ആ പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കാണുന്നവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.